വാട്സപ്പിൽ നിങ്ങൾക്ക് എപ്പോഴും മെസ്സേജ് എല്ലാം അയച്ച് ശല്യം ചെയ്യുന്ന ആളെ അവരെ ബ്ലോക്ക് ചെയ്യാതെ അവരെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്പെസിഫിക് ആയ ഒരു പേഴ്സണെ അവരെ കുറച്ച് നേരത്തേക്ക് ഇതുപോലെ അവരുടെ മെസ്സേജ് ഒന്നും നിങ്ങൾക്ക് കാണേണ്ടായെങ്കിൽ അല്ലെങ്കിൽ അവരെ കുറച്ച് അവോയ്ഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനായി നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് ആളെയാണോ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ശല്യമെല്ലാം കുറച്ച് നേരത്തേക്ക് ഒഴിവാക്കേണ്ടത് ആ ഒരു കോണ്ടാക്റ്റിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇവരുടെ ചാറ്റ് ആർക്കൈവ് ചെയ്യുകയാണ്. ഇങ്ങനെ നമ്മൾ ആർക്കൈവ് ചെയ്തിരിക്കുന്ന ചാറ്റ് ഇത് നമുക്ക് മറ്റൊരു ഫോൾഡറിൽ, അതായത് ആർക്കൈവ്ഡ് എന്ന് ഇവിടെ മുകളിൽ വന്നിരിക്കുന്നത് കാണാം, ഈ ഒരു ഫോൾഡറിലേക്കാണ് പോവുക. അതിനാൽ തന്നെ ഇത് ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോണ്ടാക്റ്റ് എല്ലാം കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇത് അൺആർക്കൈവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിൽ ടാപ്പ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇവിടെ മുകളിൽ വന്നിരിക്കുന്ന ഈ ഒരു സിമ്പലിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ഇത് ആർക്കൈവ് ആയിട്ടുണ്ട്. ഇനി ഇത്തരത്തിലല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജ് എല്ലാം വാട്സപ്പിൽ അയച്ച് ബുദ്ധിമുട്ടിക്കുന്നവരെ ഒഴിവാക്കണമെങ്കിൽ അവരുടെ ഈ ഒരു പ്രൊഫൈലിൽ ഇതുപോലെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് പിടിച്ചതിന് ശേഷം ലോക്ക് ചാറ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ ഫേസ് ID എല്ലാം കൊടുത്തതിന് ശേഷം ഇവരുടെ ചാറ്റ് എല്ലാം തന്നെ ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അവരുടെ ഈ ഒരു ചാറ്റ് എല്ലാം തന്നെ ഇവിടെ ലോക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നവരെ കുറച്ച് കഴിഞ്ഞ് ലോക്ക് ചെയ്തതിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ ഇതുപോലെ താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ലോക്ക്ഡ് ചാറ്റ് എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഫേസ് ID എല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കോണ്ടാക്ട്സ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്നും ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ അൺലോക്ക് ചാറ്റ് എന്നതിൽ ടാപ്പ് ചെയ്ത് ഇവരെ അൺലോക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.